പാകിസ്ഥാനൊക്കെ സന്ദർശിച്ച ജ്യോതി മൽഹോത്ര വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അതായത് അവർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിനോട് ജ്യോതി എന്ന് പറയുന്ന ചാരസുന്ദരി വെളിപ്പെടുത്തിയിരിക്കുന്നത്? പ്രിയൻ, ഇക്കാര്യത്തിൽ ഗൗരവതരമായ ഒരു കുറ്റസമ്മതം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ എഹ്സാനുർ റഹീം അഥവാ ദാനിഷ് എന്ന് വിളിപ്പേരുള്ള ആൾ ജ്യോതി മൽഹോത്രയുമായി ബന്ധം സ്ഥാപിക്കുകയും അതുവഴി ജ്യോതി മൽഹോത്രയിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദൃശ്യങ്ങളടക്കമുള്ളവ ശേഖരിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നത്. ഇത് ജ്യോതി സമ്മതിച്ചിട്ടുണ്ട്. കാര്യം ഈ ഡാനിഷുമായി തനിക്ക് വ്യക്തിബന്ധമുണ്ട്. അത് സൗഹൃദമാണോ പ്രണയമാണോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ആ ഡാനിഷുമായി തനിക്ക് ദീർഘകാല ബന്ധമുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നു എന്ന തരത്തിലുള്ള മൊഴി ജ്യോതി മൽഹോത്രയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഹരിയാനയിലെ ഹിസാർ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് ജ്യോതി മൽഹോത്ര. പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ജ്യോതി മൽഹോത്രയെ കോടതിയിൽ ഹാജരാക്കുകയും ആ കസ്റ്റഡി കാലാവധി 4 ദിവസത്തേക്ക് കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം ദീർഘിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. നിലവിൽ മിലിറ്ററി ഇൻ്റലിജൻസും ദേശീയ അന്വേഷണ ഏജൻസി അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ ജ്യോതിയെ ഈ കസ്റ്റഡിയിൽ കാലാവധിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയ അനുമാനം ജ്യോതിക്ക് സൈനിക രഹസ്യങ്ങൾ അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അത്തരം വിവരങ്ങൾ പാകിസ്ഥാനിലെ ISI ഏജന്റുമാർക്ക് കൈമാറിയിട്ടില്ല എന്നൊരു ആശ്വാസകരമായ നിഗമനം ഉണ്ട്. പക്ഷേ ഈ ജ്യോതി ഇന്ത്യയിലുടനീളം കേരളത്തിലടക്കം വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയും അവർ വ്ളോഗറാണ്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അവരുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാം ഈ പാകിസ്ഥാൻ ഈ ISI ഏജന്റുമാരുടെ നിർദ്ദേശാനുസരണമാണ് ജ്യോതി ഇത്തരത്തിൽ പെരുമാറിയത്. അതോടൊപ്പം തന്നെ ജ്യോതി ചൈനയും ബംഗ്ലാദേശും അടക്കമുള്ള ഇന്ത്യയുമായി സൗഹൃദത്തിൽ അല്ലെങ്കിൽ ശത്രുത വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളിലും ഇതേപോലെ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയത് പോരാ, കൂടാതെ ചൈനയിലും ബംഗ്ലാദേശിലും അടക്കം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ സന്ദർശനങ്ങളുടെയും ലക്ഷ്യവും അവിടെയും ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി സമ്പർക്കത്തിൽ പുലർത്തിയിരുന്നു. അതോ ഈ പാകിസ്ഥാനിൽ നിന്ന് ഇവർ പറഞ്ഞുവിട്ട അതനുസരിച്ച് ഉള്ള സന്ദർശനമായിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കുകയാണ്. നിലവിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരവുമുള്ള നിയമ നടപടികളാണ് ജ്യോതിക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. 2023 ഈ ഡാനിഷ് എന്ന് പറയുന്ന എഹ്സാനുർ റഹീം പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ മെയ് 13 നാട് കടത്തിയ ഉദ്യോഗസ്ഥനാണ് ഈ ഡാനിഷ്. ഇയാളുമായി 2023 ജ്യോതി ബന്ധം സ്ഥാപിക്കുകയും ഈ സൗഹൃദം മുതലാക്കി ജ്യോതി നിരവധി തവണ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ്റെ ഔദ്യോഗിക പരിപാടികളിലെ ക്ഷണിതാവായിട്ടും വിരുന്ന സൽക്കാരങ്ങളിലടക്കം പങ്കെടുക്കുകയും ഈ പരിചയം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് ഒന്നിലധികം തവണ സന്ദർശിക്കുകയും ചെയ്തു. ഈ സന്ദർശനങ്ങളുടെയൊക്കെ ഉദ്ദേശം നമുക്ക് പാകിസ്ഥാനെക്കുറിച്ചൊരു പൊതുചിത്രമുണ്ട്. അവിടെ ഭീകര കേന്ദ്രങ്ങളെ സർക്കാർ തുറന്ന് പ്രോത്സാഹിപ്പിക്കുന്ന അടക്കമുള്ള പൊതുചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അതിനു വിരുദ്ധമായ ഒരു പാക് അനുകൂല നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ജ്യോതിയെ പാകിസ്ഥാനിലെത്തിക്കുകയും അവിടെ വിവിധ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കുകയും ഇത് സംബന്ധിച്ച് ജ്യോതിയുടെ സ്വകാര്യ ഡയറിയിലെ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലെല്ലാം പാകിസ്ഥാനിൽ നിന്ന് തനിക്ക് വളരെയധികം സ്നേഹവും സൗഹൃദവും കിട്ടി എന്ന തരത്തിലുള്ള കുറിപ്പുകളും മറ്റുമാണ് ജ്യോതി തൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചിരുന്നത്. ഇതേപോലെ സമാനമായ സ്വഭാവത്തിൽ അവിടെ പാകിസ്ഥാൻ അനുകൂല നരേറ്റീവ് ഉണ്ടാക്കുന്നെങ്കിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ സന്ദർശിക്കുകയും കൊച്ചി ഹാർബർ, വാട്ടർ മെട്രോ, ആലപ്പുഴ, മറ്റ് ടൂറിസം പ്രാധാന്യമുള്ള മറ്റിടങ്ങളെല്ലാം ജ്യോതി സന്ദർശിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന പാകിസ്ഥാൻ നിർദ്ദേശം അനുസരിച്ച് പാകിസ്ഥാനിലെ ISI ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണോ നടത്തിയത്? ഇവിടെ നിന്നുള്ള ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ ജ്യോതി അവർക്ക് നൽകി എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. ഒരു സുപ്രധാന സംഗതി ഉള്ളത്, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ആ തീയതിക്ക് ആ പരിസര സമയങ്ങളിൽ ജ്യോതി കാശ്മീരിൽ സന്ദർശനം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള സുപ്രധാന സൈനിക നീക്കങ്ങൾ നടക്കുമ്പോൾ നിരന്തരം ടെലഗ്രാമിലൂടെയും സ്നാപ്ചാറ്റിലൂടെയും വാട്സാപ്പിലൂടെയും പാകിസ്ഥാനിലുള്ളവരുമായി ജ്യോതി ആശയവിനിമയം നടത്തുകയും ഇവിടെ ഉള്ള ദേശീയ മാധ്യമങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറുമായി സംബന്ധിച്ചു നൽകിയ വാർത്തകളുടെയും മറ്റു വിവരങ്ങളുടെയും ചിത്രങ്ങൾ സഹിതം ജ്യോതി അവിടെ ലഭ്യമാക്കുകയും അതോടൊപ്പം തന്നെ
പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോൾ അതിർത്തി ഗ്രാമങ്ങളിൽ ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലും ജ്യോതി കൈമാറിയിട്ടുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇവരൊരു വ്ളോഗറാണ് എന്നതിൻ്റെ എല്ലാ പ്രിവിലേജും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഇവരുടെ കുടുംബം ഇവരെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഇവർ ഗൂഢാലോചനയുണ്ട്, വെറുതെ പിടിച്ചുകൊണ്ട് പോയതാണ്, അതിൻ്റെ പേരിൽ വെറുതെ ആരോപണമാണ് ഇതെന്നെല്ലാം പറഞ്ഞു. ഇപ്പം പറയുന്നത് എന്താണെന്നറിയുമോ? ഈ കുടുംബമായിട്ട് ഇവർക്ക് വലിയ ബന്ധമൊന്നുമില്ല, ഇവരുടെ യാത്രകളെ പറ്റി അറിയില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞിരുന്ന കുടുംബം നേരത്തെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അപ്പം ഇതിനകത്ത് കുടുംബത്തെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. കുടുംബം ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്ന സംഗതി ഗൗരവമാണെന്ന് കണ്ടിട്ടാണ്. ഇവർക്ക് എങ്ങനെ അറിയാം വെറുതെ കുറ്റം ആരോപിച്ച? ബന്ധമില്ലാത്ത ഒരു കുടുംബാംഗങ്ങളാണെങ്കിൽ എങ്ങനെ അറിയാം ഇവർക്കെതിരെ വെറുതെ ആരോപിക്കുന്നതാണ്? അതായത് പ്രിയ, ഈ കോവിഡിന് മുൻപ് ഡൽഹിയിലെ ഒരു ജോലിക്കാരി മാത്രമാണ്, ഏതോ ഒരു കമ്പനിയിലെ ജോലിക്കാരി മാത്രമാണ് ജ്യോതി മൽഹോത്ര. അതിനുശേഷം ആണ് ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് ജോ എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. ഏതാണ്ട് 5-6 വർഷത്തെ മാത്രം പ്രവർത്തന പരിചയമാണ് ആ മേഖലയിൽ അവർക്കുള്ളത്. ഏതാണ്ട് 450 വീഡിയോകൾ മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിൽ അവർ സമ്പാദിച്ച ലക്ഷക്കണക്കിന് രൂപ, ഇതിൻ്റെ ഉറവിടം സ്വാഭാവികമായി വീട്ടുകാർ അന്വേഷിക്കേണ്ടേ. ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വഴി ഉണ്ടായ ഇത്രയും വലിയ ധനസമ്പത്ത് എങ്ങനെ നിന്ന് വന്നു? അപ്പോൾ ആ ധനസമ്പത്തിൻ്റെ ഒരു വീതം ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പാപത്തിൻ്റെ ഭാരം അവരും പേറേണ്ടതാണ്. ഇവരുടെ പിതാവാണ് ആദ്യം ന്യായീകരണവുമായി വന്നത്. തൻ്റെ മകൾ നിരപരാധിയാണ്, അവർ വ്ളോഗറാണ്, സ്വാഭാവികമായിട്ടും അവർ നാട് മുഴുവൻ സന്ദർശിച്ചിട്ടുണ്ടാവും, വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടാവും എന്നുള്ള ന്യായവാദമാണ് അയാൾ നിരത്തിയത്. എന്നാൽ ഇയാൾ തൊട്ടടുത്ത ദിവസം പ്ലേറ്റ് നേരെ യു ടേൺ എടുത്തു. കാരണം ഇതിൻ്റെ വസ്തുതകൾ പുറത്തേക്ക് വന്നു. അതായത് ഒരു ISI ഏജൻറ്റിൻ്റെ പേര് രഹസ്യ പേരിലാണ് ജ്യോതി ഫോണിൽ സൂക്ഷിച്ചിരുന്നത്. അതുമാത്രവുമല്ല, പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ 3 ISI ഏജൻറ്റുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിൽ 2 പേരുമായിട്ട് ജ്യോതി പിന്നീട് ബാലിയിലടക്കമുള്ള യാത്രകൾ നടത്തുകയും ചെയ്തു. ഈ വസ്തുതകളെല്ലാം ഓരോ ദിവസവും ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തു വിട്ടതോടുകൂടി സ്വന്തം പിതാവ് പോലും ജ്യോതിയെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയുണ്ടായി. ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് മാത്രമേ തനിക്ക് അറിയാവുള്ളൂ. അവിടെ ജ്യോതി ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. ഇതേപോലെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചിത്രീകരിക്കുന്നത് എനിക്കറിയാം. വീട്ടിലും അത്തരം ചിത്രീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനപ്പുറം ഈ ജ്യോതിക്ക് ഏതൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെന്നോ അതിൽ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇവർ ധനം സമ്പാദിക്കുന്നോ തനിക്കറിയില്ല എന്നുള്ളതാണ് ഈ പിതാവ് പറഞ്ഞത്. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ജ്യോതിയുടെ 4 മൊബൈൽ ഫോണുകളും 3 സിം കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് കസ്റ്റഡിയിലാണ്. അതിൻ്റെ ഫോറൻസിക് പരിശോധന പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 4 ബാങ്ക് അക്കൗണ്ടുകളാണ് ജ്യോതിക്കുള്ളത്. അതിലൂടെയാണ് പണം വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടക്കം വിശദമായ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ 4 ഫോണുകളുണ്ട്, 3 സിം കാർഡുകളുണ്ട്, ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് ഏതാണ്ട് ഒരു അനുമാനം നമുക്ക് ലഭിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ വന്നിട്ടുണ്ട് അവർ. കേരളത്തിൽ കൊച്ചിയിൽ എന്തിനു വന്നു എന്നുള്ളത് വലിയൊരു സംശയമാണ്. സാധാരണഗതിയിൽ മുംബൈയിൽ പോയി, ഓക്കെ ശരി, നമുക്കറിയാം വ്യവസായ നഗരമാണ്, പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ചെന്നൈയിൽ പോയി, ചെന്നൈയും മറ്റൊരു പ്രധാനപ്പെട്ട നഗരമാണ്, കേന്ദ്രമാണ്, ഒക്കെ ശരി. എല്ലാത്തിലും താഴെ ചെന്നൈയുടെ 7 അയലത്ത് വരില്ല കൊച്ചി എന്ന് പറയുന്ന ഒരു ചെറിയ നഗരം. ഇവർ കൊൽക്കത്തയിൽ പോയാലും ബോംബെയിൽ പോയാലും ഡൽഹിയിൽ പോയാലും ഹൈദരാബാദ് പോയാലും ചെന്നൈയിൽ പോയാലും ഒക്കെ കണക്കാക്കാം. കൊച്ചി പോലുള്ളിടത്ത് എന്തിനു വന്നു? അതാണ് ഗൗരവതരമായ സാധനം. ഇവിടെ നാവികസേന ആസ്ഥാനമുണ്ട്, കൊച്ചി നേവൽ ബേസ് ഉണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചി തുറമുഖവും കപ്പൽശാലയുമുണ്ട്, ഇവിടെ ഒരു മെട്രോ ഉണ്ട്. അതുമാത്രമല്ല, കൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യയുടെ ഒരു ഭാഗത്തെ തന്ത്രപ്രധാന മേഖലയാണ്. കാരണം നഗരമല്ല. പക്ഷേ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഏതെങ്കിലും സംഘടനകൾ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവർ ആരൊക്കെ കണ്ടു, ദുരൂഹമാണ്. ആരെയൊക്കെ കണ്ടു, ആരൊക്കെയാണ് ഇവർക്ക് വേണ്ട സഹായം ചെയ്തത്, ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. കാരണം ഇവിടെ സ്വാഭാവികമായും ഇവരുടെ നിർദ്ദേശാനുസരണം ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കിയവരും ഉണ്ടാകും. അവരെയും കണ്ടെത്തേണ്ടതാണ്. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.